നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. പിണറായി സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ 10 വർഷത്തിലേക്ക് അടുക്കുകയാണ്. ഉടനെ തന്നെ നമ്മൾ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലേക്ക് കടക്കും. അപ്പോൾ പുറത്തു വരുന്ന ചില കണക്കുകൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മളെ ഭരിച്ചത് എന്ന് ആലോചിച്ച് തല പുകയേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിദേശ യാത്രകളെക്കുറിച്ചാണ് പറയുന്നത്. അതിലെ കണക്കുകളാണ് ഇപ്പോൾ വിവരാവകാശ പ്രകാരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റ് രാജ്യങ്ങളിൽ പോയി വലിയ നിക്ഷേപ സൗഹൃദ സംഗമങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കൊണ്ടുവരുമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ കോടികൾ ചെലവിട്ട് മുഖ്യമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രിയുടെ കുടുംബവും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ പല രാജ്യങ്ങളും സന്ദർശിച്ചത് വെറുതെയായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാർ തന്നെ നൽകുന്ന രേഖ അനുസരിച്ച് അങ്ങനെയാണ് കാര്യങ്ങൾ. മുഖ്യമന്ത്രി UAE, അമേരിക്ക, അതേപോലെ അയർലൻഡ്, ഉത്തര കൊറിയ തുടങ്ങിയ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ, ജപ്പാനിലടക്കം അദ്ദേഹം പോയിട്ടുണ്ട്. ഇതിൽ അമേരിക്കയിൽ പോയതിൻ്റെ പണം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് ചെലവാക്കിയത്. ബാക്കി എല്ലാ തുകയും നമ്മുടെ ഖജനാവിൽ നിന്നാണ് ചെലവാക്കിയത്. നമുക്കറിയാം, മുഖ്യമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രി മാത്രമല്ല പോകാറുള്ളത്, അദ്ദേഹത്തിൻ്റെ കുടുംബം ഉണ്ടാകാറുണ്ട്, ഉദ്യോഗസ്ഥരുണ്ടാകാറുണ്ട്. വലിയൊരു പട തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ സന്ദർശനത്തിന് പോകാറുള്ളത്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടെ കൂട്ടുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ അക്കാര്യത്ത് ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി തിരിച്ചെത്തി നിയമസഭയിൽ പറയാറുള്ളത്, ഇന്ന രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ ജപ്പാനിൽ നിന്നും 200 കോടിയുടെ നിക്ഷേപം ഇവിടേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഉത്തര കൊറിയ ഇവിടെ നിക്ഷേപിക്കാൻ സന്നദ്ധത പറഞ്ഞു. അങ്ങനെ കോടികളുടെ കണക്കാണ് തള്ളിമറിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയാറുള്ളത്. പക്ഷേ ഇപ്പോൾ KSADC തന്നെ, അതായത് വ്യവസായ വകുപ്പ് തന്നെ പറയുകയാണ്, ഇത്തരത്തിൽ നിക്ഷേപ സൗഹൃദ സംഗമങ്ങളും മറ്റും നടത്തിയിട്ടും 1 രൂപയുടെ നിക്ഷേപം പോലും നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ധാരണാപത്രം ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും ഞങ്ങളുടെ കയ്യിലില്ല എന്നാണ് വ്യവസായ വകുപ്പ് തന്നെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കോടികൾ ചെലവിട്ട് മുഖ്യമന്ത്രി നമ്മുടെ ചെലവിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും സുഖിച്ച് യാത്ര ചെയ്തതാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ആ ചോദ്യം നമ്മുടെ ഖജനാവിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ച് അറിയാവുന്ന ആളുകളുടെ ചോദ്യമാണ്. അതിൽ കൃത്യമായ മറുപടി നൽകേണ്ടതും നമ്മുടെ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും തന്നെയാണ്.